അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാൻ 65% അളവിൽ കറണ്ട് ലാഭിക്കാവുന്ന ഒരു BLDC സ്മാർട്ട് ഫാനിൻ്റെ വിശേഷങ്ങളും ഇൻസ്റ്റലേഷൻ രീതികളും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ബോംബെ IIT സ്റ്റുഡൻസ് ആണ് BLDC ഫാൻ എന്ന കോൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നത്. ആറ്റംബർഗ് എന്ന അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതാദ്യമായി പുറത്തിറക്കിയത്. വിവിധ മോഡലുകളിൽ ഈ സ്മാർട്ട് ഫാൻ അവർ പുറത്തിറക്കുന്നുണ്ട്. അതിൽ ആറ്റംബർഗ് റെനേസ എന്ന മോഡലാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആമസോണിൽ നിന്നും ഓർഡർ ചെയ്ത് വരുത്തിയ ഈ പാക്കേജിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം. 1200 mm ലീഫ് സൈസുള്ള 3 അലുമിനിയം ബ്ലേഡുകളാണ് ഇതിൽ വരുന്നത്. ആൻറ്റി ഡസ്റ്റ് മെറ്റീരിയൽ കോട്ടിങ്ങിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലിമ്മും ഗ്ലോസിയുമായ ഇതിൽ പൊടി പറ്റി പിടിക്കുന്നത് നന്നേ കുറവായിരിക്കും. മാത്രമല്ല റസ്റ്റും പിടിക്കില്ല. ഒരു ലോങ് കവറിനുള്ളിലാണ് ഇതിന്റെ യൂസർ മാനുവൽ ഉള്ളത്. ടു ഇയർ പ്ലസ് 1 ഇയർ എക്സ്റ്റൻഡഡ് ഗ്യാരണ്ടി കാർഡുകളും നൽകിയിട്ടുണ്ട്. വൺ ഇയർ എക്സ്റ്റൻഡഡ് ഗ്യാരണ്ടി ലഭിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഈ കാർഡിൽ നൽകിയിട്ടുണ്ട്. പിന്നെ വയേർഡ് ഭാഗങ്ങൾ ഹൈഡ് ചെയ്യാനും 2 മനോഹരമായ കനോപ്പീസ് അഥവാ കപ്പുകൾ ഇവിടെ നമുക്ക് കാണാം. ഫാനിന്റെ മെയിൻ യൂണിറ്റായ മോട്ടറും പവർ യൂണിറ്റും അടങ്ങിയ ഭാഗമാണ് ഈ കാണുന്നത്. മുകൾ ഭാഗത്ത് കാണുന്നതാണ് പവർ യൂണിറ്റ്. ഇവിടെ വെച്ചാണ് AC കറന്റ് DCയിലേക്ക് കൺവേർഷൻ നടത്തപ്പെടുന്നത്. ഇതിന്റെ താഴെ കാണുന്ന ഈ ഭാഗത്താണ് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ 6 LED ലൈറ്റുകൾ പ്രകാശിക്കുന്നത് കാണപ്പെടുക. സീലിംഗിൽ കണക്ട് ചെയ്യാനുള്ള ഡൗൺ റോഡാണിത്. സീലിംഗിൽ ഉറപ്പിക്കാനുള്ള ഷേക്കിൾ കിറ്റാണിത്. നല്ല ഉറപ്പുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 20 മീറ്റർ ഡിസ്റ്റൻസിൽ കൺട്രോൾ ചെയ്യാൻ ഉതകുന്ന സ്ലീപ്പ് മോഡ്, ടൈമർ മോഡ്, ബൂസ്റ്റർ മോഡ്, സ്പീഡ് കൺട്രോൾ, LED കൺട്രോൾ എന്നിവക്കായി പ്രത്യേകം ബട്ടണുകളുള്ള ഒരു ചെറിയ റിമോട്ട് ഇതിന്റെ കൂടെ നൽകിയിട്ടുണ്ട്. ഇത് ഫ്ലൂറസെന്റിൽ നിർമ്മിതമായതുകൊണ്ട് ഇരുട്ടിലും നമുക്ക് ബട്ടണുകൾ തെളിഞ്ഞു കാണാൻ സാധിക്കും. ട്രിപ്പിൾ A സൈസിലുള്ള 2 ബാറ്ററിയും കൂടെ നൽകിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കോൺഫിഗർ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി മോട്ടോർ ബോക്സിൽ നിന്ന് പുറത്തെടുത്ത് സ്ക്രാച്ച് വീഴാതിരിക്കാൻ ഒരു സോഫ്റ്റ് പാഡിൽ വെച്ച് അതിൽ കാണുന്ന സ്ക്രൂകൾ അഴിച്ചെടുക്കുക എന്നതാണ്. പിന്നീട് ബ്ലേഡ് ഷാങ്കിളിൽ നൽകിയ ഹോൾസ് മോട്ടോറിൽ നൽകിയ ഹോൾസുമായി അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം സ്ക്രൂസും വാഷറും ഇട്ട് ടൈറ്റ് ചെയ്യുക. മൂന്ന് ബ്ലേഡുകളും ഫിക്സ് ചെയ്തതിന് ശേഷം ബോട്ടം കപ്പ് ഡൗൺ റോഡിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഡൗൺ റോഡിനുള്ളിലൂടെ കണക്ഷൻ വയർ കയറ്റിയിടുക. എന്നിട്ട് എക്സ് സ്ക്രൂ ഇതുപോലെ ഈ ഹോൾസിൽ കയറ്റി വെക്കുക. പിന്നീട് സ്പ്രിംഗ് വാഷറും നട്ടും ഇട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. അവസാനം ഈ കാണുന്ന ഹോൾസിൽ ആർപ്പിന്നിട്ട് ഒരു ഭാഗം ചെറുതായി മടക്കി വെക്കുക. ടോപ്പ് കപ്പ് ഫിറ്റ് ചെയ്തപ്പോൾ കോൺഫിഗറേഷൻ ഫുൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ഷേക്കിൾ കിറ്റ് ഉപയോഗിച്ച് സീലിംഗിൽ ഫിറ്റ് ചെയ്യാം. ഇതിന് റെഗുലേറ്റർ ആവശ്യമില്ലാത്തത് കൊണ്ട് പഴയ റെഗുലേറ്റർ ഫാനുകൾക്ക് പകരം BLDC ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ റെഗുലേറ്ററിൽ നിന്നും കണക്ഷൻ വിച്ഛേദിച്ച് സ്വിച്ചിലേക്ക് ഡയറക്റ്റായി കണക്ഷൻ നൽകുക. ഇനി നമ്മൾ സ്വിച്ച് അമർത്തിയാൽ ഫാൻ ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചാൽ ഇത് നമുക്കിനി റിമോട്ട് ഉപയോഗിച്ച് പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ പറ്റും. 28 വാട്ട്സ് ആണ് ഈ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുമ്പോൾ എടുക്കുന്ന വൈദ്യുതി. 6 LED ലൈറ്റുകൾ ഈ ഫാനിലുള്ളത് കാരണം റൂമിൽ 0 ബൾബിന്റെ ആവശ്യം വരികയില്ല.
ഒരു സ്പീഡിൽ 3 വാട്ട്, 2 സ്പീഡിൽ 6 വാട്ട് എന്ന ക്രമത്തിൽ മാത്രമേ ഇത് കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഒരു വർഷത്തോളമായി ഞങ്ങൾ 2 BLDC ഫാനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ കറണ്ട് ബില്ലിൽ നല്ല കുറവ് കാണുന്നുണ്ട്. 6 സ്പീഡിൽ കറങ്ങുന്ന ഈ ഫാനിൻ്റെ RPM സാധാ ഫാനിനേക്കാൾ അനേകം മടങ്ങാണ്. IR ബ്ലാസ്റ്റർ സൗകര്യമുള്ള MI പോലുള്ള ഫോണുകളിൽ MI റിമോട്ട് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനായി പ്ലേ സ്റ്റോറിൽ MI റിമോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഞാൻ ഓൾറെഡി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇത് നേരിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ ആഡ് റിമോട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന വിൻഡോയിൽ ഫാൻ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആറ്റംബർഗ് എന്ന് സെർച്ച് ചെയ്ത് തുറന്നു വരുന്ന വിൻഡോയിൽ കാണുന്ന ഈ ടെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന യെസിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന പയേർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റിമോട്ട് ആക്റ്റീവായി വരും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്ത് റിമോട്ടിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ആമസോണിൽ നിന്നും 3300 രൂപ പ്രൈസിലാണിത് വാങ്ങിയിരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.